ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഹലോ 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 ഇതാണ് എന്റെ ഫാമിലി. ഓ നമസ്കാരം. നിങ്ങളെന്തെങ്കിലും അന്തം വിട്ട് നോക്കി നിൽക്കുന്നതേ? ഞാൻ നിങ്ങളുടെ സാമ്രാജ്, വിസ്മയിച്ച് നോക്കി നിൽക്കുന്ന നിങ്ങളെ അമ്പരപ്പിക്കുന്ന നിങ്ങളുടെ സ്വന്തം സാമ്രാജ്. നിങ്ങളെന്ത് ഇങ്ങനെ നിൽക്കണേ? നിങ്ങൾക്കല്ലേ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. നിങ്ങളെ പരിചയപ്പെട്. ഹലോ മാജിക് അമ്മ. ഹലോ ഹായ് സാർ, ഞാൻ ലക്ഷ്മി. ഹലോ 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 സർ, ശിവാനി. ഞാൻ പാർവതി. ഓ മോളെ ഗൗരി, ഇവിടെ എത്രമാത്രം കുട്ടികളായില്ലേ? അതേന്നേ, ഇവിടെ ഒരു മാജിക് ഷോസ് നടത്താനുള്ള കുട്ടികളുണ്ടെന്നേ ഇവിടെ. ആ, എനിക്ക് എന്തായാലും കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അതെന്തൊരു വർത്താനാ മാജിക്കാരാ? അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലേ? എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്, കുട്ടികളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ സംസാരം കേട്ടപ്പോ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് എന്റെ അമ്മായിയമ്മ, ചോനറത്തല ഭവാനി. ഗൗരി ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ മാജിക്കാരാ, ഇവള് പറയുന്ന പോലൊന്നും അല്ല, ഞാനൊരു പാവാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങളെ, ഇതാണ് ഞങ്ങളെ മധുര കനകേച്ചി. മധുരയിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടേ. எனக்கு உங்களை ரொம்ப நல்லா தெரியும். எனக்கு உங்களை ரொம்ப பிடிக்கும். അങ്കിളെ ഞാൻ ഈ രൂപത്തിലല്ല പ്രതീക്ഷ. പിന്നെ എങ്ങനെയാ പ്രതീക്ഷിച്ചേ? കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് കണ്ണുരുട്ടിക്കൊണ്ട് മാജിക് കാണിക്കത്തില്ലേ? അയ്യോ, അങ്കിൾ അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ. ചോദിച്ചോളൂ. വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ അല്ല, ദോശ ഇഡ്ഡലി ഒക്കെ ഇരിപ്പുണ്ട്. മാസറാജ് കഴിക്കുവോ? നശിപ്പിക്കും കേട്ടോ. എന്റെ അമ്മ മാസ്രാജ് അല്ല, സാമ്രാജ്. ക്ഷമിക്കണം, വെപ്രാളത്തിൽ പറഞ്ഞു പോയതാ. ക്ഷമിക്കണോ ഗൗരി? ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കങ്ങളെ. എന്തോന്ന് അമ്മൂമ്മേ, മുറ്റത്ത് വെച്ചിട്ടാണോ ഭക്ഷണക്കാരെയൊക്കെ ചോദിക്കണത്? അങ്കിളെ, അങ്കിള് നല്ല തിരക്കുള്ള ആളാണെന്ന് അറിയാം. എന്തായാലും നമ്മുടെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം അകത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോയാ കുഴപ്പമുണ്ടാവും. ആവട്ടെ. എന്നാ പിന്നെ അകത്തേക്ക് പോവാം. എന്തായാലും ഗൗരി മോള് വിളിച്ചിട്ടല്ലേ വന്നത്. എന്തായാലും കുറച്ച് സമയം നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒന്നിരിക്കാം. എന്താ சார், உங்களுக்கு என்ன பிடிக்குதோ சொல்லுங்க, நான் அதெல்லாம் ஸ்பெஷலா செஞ்சு கொடுக்கறேன். അതൊക്കെ പറയാം. അങ്കിളിന് എന്താണെങ്കിലും മാജിക്കിലൂടെ ഉണ്ടാക്കി കഴിക്കാലോ. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടില്ല. ആകാശത്തു നിന്ന് പൈസ എടുത്ത് ചെലവാക്കിയാ മതിയല്ലോ. എന്ന് മോളോട് ആര് പറഞ്ഞു? ഞാൻ TV കണ്ടല്ലോ. അങ്ങനെ ആകാശത്ത് നടക്കുന്ന പൈസ കൊണ്ട് ചെലവായി കൊടുത്തേച്ചാലും മതി. അങ്കിളിന് ആകാശത്ത് കയറ്റുമാര്. കേശു, ഓ മോനെ ബാ. കുഴപ്പമില്ല, ഞാൻ ബാന്നേ. അല്ല കുഴപ്പമില്ല. മോനെ അറിഞ്ഞു തന്നേ, അറിഞ്ഞു തന്നേ. ഏത് എന്റെ പൈസ തന്നേ. അന്ന് ആകാശത്ത് ഞാൻ എടുത്ത പൈസ ഇല്ലേ, അറിഞ്ഞു തരിക. ഏത് ആകാശത്തും എന്നെടുത്ത എന്തൊരു പൈസ തരത്തില്ലല്ലേ? അങ്കിളെ സത്യമായിട്ട് പൈസ വേണമെങ്കിൽ അമ്മ എടുത്ത് വെച്ചാൽ മതി. കൈ ഉയർത്തി നിൽക്കുക, കൈ ഉയർത്തി നിൽക്കുക. നോക്കി, 500 രൂപയുടെ കറൻസി നോട്ട് കണ്ടില്ലേ? 500 രൂപയുടെ കറൻസി നോട്ട് കണ്ടില്ലേ? ഇതാണ് മാജിക്. അല്ല, 500 രൂപ എന്റെ പോക്കറ്റിൽ കിടന്നല്ലേ? നോക്കണം. അല്ല, നില്ലെന്ന് നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയേ. ഇത് വെറും ഇല്യൂഷൻ മാത്രമാണ്. നോക്കിയേ, ഇങ്ങനെ വെച്ചിട്ട് നോക്കിയേ. 500 ഉണ്ടാക്കണേ. നോക്കിയേ, ഇതാണ് റിയൽ മാജിക്. ഇതാണ് റിയൽ മാജിക്. കേശുവേ, എങ്ങനെ ഉണ്ട്? സാബ്രാജിലൂടെ കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. വാങ്ങളെ, നമുക്ക് പോവാം. മാജിക്കാരെ വന്നാട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.